ഹലോ, എൻ്റെ പേര് ഐറിൻ. എൻ്റെ മോൻ ഐസയ നീതു മിസ്സിൻ്റെ അടുത്താണ് മാത്സ് ഇപ്പോൾ പഠിക്കുന്നത്. ഞങ്ങൾ കാനഡയിലാണ്. അപ്പം ഞങ്ങൾ ഈ ഒത്തിരി നാളായിട്ട് ഞങ്ങളിങ്ങനെ ഒരു അവൻ്റെ എഡ്യൂക്കേഷൻ ശരിയാവാഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കുറേ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മ വഴി ഞാൻ നീതു മിസ്സിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതും. ഞങ്ങൾ ജോയിൻ ചെയ്തതിന് മുമ്പ് വളരെ കൺസേൺഡ് ആയിരുന്നു എങ്ങനെയായിരിക്കും, കാരണം ഇവൻ ഇതൊരു ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ടില്ല. മോൻ 6 വയസ്സാണുള്ളത്. അപ്പം ഈ 6 വയസ്സിലെ പിള്ളേർ ഓൺലൈൻ ക്ലാസ്സിൽ എത്രത്തോളം അടങ്ങിയിരിക്കും എന്നുള്ള കുറേ കൺസേൺ നമുക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പക്ഷേ നമ്മൾ സർപ്രൈസ് എന്ന് പറയുന്ന പോലെ നമുക്ക് അതായത് ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ, കാരണം അവന് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാനുണ്ട്. കാരണം ഞാനും തിരക്കുള്ള ഒരാളാണ് ഒത്തിരി. അപ്പം വേറെ ചെറിയ കുട്ടികളുണ്ട് വീട്ടിൽ. അപ്പം ഒന്നാമത്തെ കാര്യം എനിക്ക് എന്നാന്ന് ചോദിച്ചാൽ ഇവൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് എനിക്ക് ഇവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മിസ്സിനോട് പറഞ്ഞു ഇങ്ങനെയാണ്, അപ്പം അവന് എന്താ ചെയ്യണം. അപ്പം നീതു മിസ്സ് നോക്കിക്കോളാം, കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യത്തൊന്നോ കുറച്ച് ക്ലാസ് മാത്രം ഇവൻ്റെ കൂടെ ഇരുന്നുള്ളൂ. കാരണം വേറെ കുട്ടികളുള്ളത് കൊണ്ട് അവരെ വെച്ചുകൊണ്ട് ഇരുന്നാൽ ഇവനും ഡിസ്ട്രാക്റ്റഡ് ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ മിസ്സിനെ ഏൽപ്പിച്ചിട്ട് ഇവൻ ഒറ്റയ്ക്കാണ് മിസ്സിൻ്റെ കൂടെ ഇരുന്നത്. പക്ഷേ മിസ്സ് വളരെ നന്നായിട്ടാണ് ഇവൻ്റെ കൂടെ ഇരുന്നത്. മിസ്സിന് വളരെ ക്ഷമയോടെ, അതായത് ഈ ഒരു പ്രായത്തിൽ കൊച്ചിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല. അപ്പം ഇവർ പെട്ടെന്ന് അവരും ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ ആ സമയത്ത് മിസ്സ് അതിനുള്ള ഗെയിംസ് കൊടുക്കും, അവരുടെ ശ്രദ്ധ കൊണ്ടുവരും. ഒത്തിരി ക്ഷമയോടെ മിസ്സ് ഇവരുടെ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടി, ഇവരുടെ ആ പഠനത്തിൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടി മിസ്സ് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് മിസ്സ് അത് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൻ്റെ പെർഫോമൻസിൽ അത് വ്യത്യാസം വരും. കാരണം മിസ്സ് ഒരു ഇതെന്നു ചോദിച്ചാൽ അതിന് മുന്നേ ഞാൻ ആ കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ മാത്സിൻ്റെ ഒക്കെ ടെക്നിക്കുകൾ നമുക്കറിയില്ല. പക്ഷേ മിസ്സിനാണെങ്കിൽ നന്നായിട്ട് അത് പിള്ളേരെ എങ്ങനെ ഇപ്പം ഈവൻ ഓരോ കാര്യങ്ങളും ഈ മാത്സിൻ്റെ ഒക്കെ ട്രിക്കുകൾ ഉപയോഗിക്കാൻ അവർ പെട്ടെന്ന് ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ട്രിക്കൊക്കെ ഉപയോഗിച്ച് മിസ്സ് ഇവനെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് തുടങ്ങിയത്. ഇപ്പം അത് ആഴ്ച 2 ക്ലാസ്സായി. അപ്പം അത് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതിനു മുന്നേ ഇവനെ ഇവിടെ 2 സ്ഥലത്ത് ചേർത്തായിരുന്നു. ഇവിടെ ഓൺലൈനിലല്ല, ഇവിടെ ഇൻ പേഴ്സൺ ക്ലാസ്സുകൾ, ഇവിടെ കുമോൺ എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ ഒരു വലിയ ജാപ്പനീസ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അതൊക്കെ. അപ്പം അവിടെ ഇവനെ ഇതിനു മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 3-4 മാസം വിട്ടിട്ട് നമ്മളൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുപോലെ വിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം നമുക്ക് ഇതിൽ ചേർത്ത് കഴിഞ്ഞ ശേഷം ആണ് ഇതിന് ചേർത്ത ശേഷമാണ് നമുക്ക് ശരിക്കും പിള്ളേർ, അതായത് നമുക്കൊത്തിരി ഹാപ്പിയായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മിസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഇതിന് മുന്നേ വിട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പം നമുക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടെ ബിസിനസ്സാണ്, അവർക്ക് കൊച്ചുങ്ങളെ കിട്ടുക എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവരത്രയും അവരുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി, അതായത് അവരുടെ ഒരു ഇതിനു വേണ്ടി അത്ര ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആവില്ല എന്ന് തോന്നി. പക്ഷേ ഇവിടെ വിട്ടതിന് ശേഷം നമുക്ക് ഒത്തിരി ഇതായി. കാരണം മിസ്സ് ശരിക്കും നല്ലൊരു ടീച്ചറാണത്. അതാണ് കാരണം മിസ്സ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല, വേറെ മിസ്സിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പിള്ളേർ നല്ല റിസൾട്ട് കിട്ടുക, പിള്ളേർ നല്ല ഇതായിട്ട് വരിക. കാരണം മിസ്സ് ഓരോ ദിവസത്തെ ഓരോ ഫീഡ്ബാക്കും മിസ്സ് പറയാറുണ്ട്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാവും മിസ്സ് എന്തോളം ഡെഡിക്കേറ്റഡ് ആണ്, ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തോരം ഡെഡിക്കേറ്റഡ്, എന്തോരം ആത്മാർത്ഥം മിസ്സിനുണ്ടോ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്നാ വെച്ചാൽ ഇവിടുത്തെ സമയം നാട്ടിലെ സമയം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം മിസ്സ് നമ്മുടെ സമയത്തിനനുസരിച്ച് മിസ്സ് അവൈലബിൾ ആണ്. അതാണ് ഏറ്റവും വലിയ പറയേണ്ട ഒരു ഹൈലൈറ്റ്. കാരണം മിസ്സ് നാട്ടിലെ എനിക്കൊന്ന് വെളുപ്പിന് 4:00-ക്കും 5:00-ക്കും ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് മിസ്സ് അവൈലബിൾ ആയിട്ട് മിസ്സ് ഏറ്റിരിക്കുകയാണ്. കാരണം അപ്പം മിസ്സും ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സ്ട്രഗിൾ മിസ്സിൻ്റെ സൈഡിൽ നിന്നുണ്ട്. മിസ്സ് അത് ആ ഒരു ഡെഡിക്കേഷൻ ഒത്തിരി പറയാതിരിക്കാൻ വരിക. അത് മിസ്സിനെ ഞങ്ങൾക്ക് അറിഞ്ഞ് ദൈവം തന്നതാണ്. താങ്ക് യു. എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മയ്ക്കും അതിനോട് താങ്ക് യു ഉണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മിസ്സിൻ്റെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എനിക്ക് രണ്ടാമത്തെ ആളും ഇപ്പം 4 വയസ്സ്, ഇനിയിപ്പോൾ അടുത്ത വർഷം തൊട്ട് അവളെയും മിസ്സിൻ്റെ അടുത്ത് ചേർക്കണം ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നു. ഇവൻ്റെയും ക്ലാസ് പതുക്കെ കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ആഴ്ച 2 ക്ലാസ്സായി, ഇനി അങ്ങനെ കൂട്ടണം. അപ്പം ഇത്രയും നാളും മിസ് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഞങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവൻ്റെ ആ ഒരു ഇതിൽ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അവൻ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ എക്സ്ട്രാ ഒന്നും പഠിപ്പിക്കുന്നില്ല. മിസ് തരുന്ന മാത്സിൻ്റെ മിസ് തരുന്ന ഹോംവർക്ക് മാത്രം ഞാൻ ഫോളോ ചെയ്തു അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് തന്നെ ഒത്തിരി സന്തോഷം, മിസ്സിനെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. ഇത്രയും നല്ല ഡെഡിക്കേറ്റും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന നല്ലൊരു ടീച്ചറാണ് ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു മിസ്, താങ്ക് യു നീതു മിസ്. അപ്പം എൻലൈറ്റ്സിനോടും താങ്ക് യു, നീതു മിസ്സിനോടും ഒത്തിരി താങ്ക് യു.